ലേഡീസ് ആൻഡ് ജെന്റിൽ മലയാളീസ്. വിനോദ് വി കെ 7750 സൈസ് ബ്രോ, മെയ് 1 C5 ആട് 3 OTT റിലീസ് ചെയ്യും, കാണുമോ? കാണാം, നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. സോ ഡെഫിനറ്റ്ലി ബ്രോ, താങ്ക് യു ഫോർ ദ റെക്കമെൻഡേഷൻ, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. HFS 7UVF സൈസ് ലോജിക്ക് നിനക്ക് ടോൺ ശരിയായില്ല. ലോജിക്ക് നിനക്ക് വയ്യേ, പടം ഹാഫ് ആയിട്ടല്ലേ ഉള്ളൂ, എന്നിട്ട് ഫുൾ സ്റ്റോറിയുടെ കഥ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴും ഇല്ല പോലും. നല്ല കമൻറ്റ്, ഞാൻ ലൈക്ക് ഇട്ടിട്ടുണ്ട്. ഉത്തരവുള്ളവരങ്ങനെ പലതും ചെയ്യുന്നതായിരിക്കും, അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരരുത്. സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ ലോജിക്ക് വന്നത്, പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ടല്ല ഞാൻ ലൈക്ക് ഇട്ടേ. ശരി, നല്ല കമൻറ്റ്. ആട് 3 മിക്സഡ് റിവ്യൂസ് ആയിരുന്നു. 6.7 out of 10, 6.6, 64% ഓഫ് ഗൂഗിൾ യൂസേഴ്സ് ലൈക്ക് ദിസ് ഫിലിം. ഇത് പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്, അപ്പോൾ കുറച്ച് ലാഗ് ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നാലും ഷാജി പാപ്പൻ്റെ ഒരു മൂവി പറയുമ്പോൾ ഞാനത് മിസ്സാക്കാൻ പോകണില്ല. വിത്തൗട്ട് ഫർദർ ado, let's get into it. സമയം ഒരു നേർരേഖയല്ല, ഭൂതവും ഭാവിയും വർത്തമാനവും. മറ്റേ സിനിമയിലും ടൈം ലൂപ്പ് ആയിരുന്നില്ലേ, ഇതും അങ്ങനെയാണോ? പാസ്റ്റും പ്രസൻറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പല ജന്മങ്ങളിലായി ജീവിക്കുന്ന സമയത്താൽ മാത്രം വേർതിരിക്കപ്പെട്ടുകൊണ്ട് ഏതൊക്കെ കാലങ്ങളിൽ എന്തൊക്കെ ജനിച്ചാൽ. എനിക്ക് വായിച്ചിട്ട് വിടാൻ തോന്നുള്ളൂ. കോപ്പ് ഏതൊക്കെ കാലങ്ങളിൽ ഏതൊക്കെ ജന്മങ്ങൾ ജീവിച്ചാലും എല്ലാ ജന്മത്തിലും നമ്മുടെ ഗതി. ഓക്കെ, ഷുവർ. ഞാൻ എന്തോ വൻ സാധനമാണ് പറഞ്ഞിരിക്കുക. തുടക്കം തന്നെ ഇതാണല്ലോ ടൈം ലൈൻ 180. ഇത് ഫ്യൂച്ചറാണോ? ലോകം മുഴുവൻ നടക്കുന്ന സ്വാതന്ത്ര്യ പോരാട്ടം. എല്ലാവർക്കും ഒരൊറ്റ ശത്രു, ദി ഓർഗനൈസേഷൻ. ചിലരെ വിലയ്ക്ക് വാങ്ങി, എതിർക്കുന്നവരെ കൊന്നു തള്ളി. നമ്മളെപ്പോലെ ചിലർ മാത്രം ഇപ്പോഴും നിർത്താതെ പൊരുതിക്കൊണ്ടേയിരിക്കുന്നു. ഇനി പറയുന്നത് നിങ്ങളോട് പറയണമെന്ന് കുറെ കാലമായി ആഗ്രഹിക്കുന്നു. ഇന്നാണ് ശരിയായ സമയം. ഓർഗനൈസേഷൻ എങ്ങനെ ഈ ലോകം മുഴുവൻ കീഴടക്കി നിങ്ങൾക്കറിയാമോ? നിഗൂഢമായൊരു അപൂർവ ശില. ഇതിന്റെ എനർജി ഹാർവെസ്റ്റ് ചെയ്താണ് ടൈം ലൈനുകൾ നിയന്ത്രിക്കാൻ അവർ പ്രാപ്തരായി. മലയാള സിനിമയാണ് കാണുന്നത്. അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരിക്കലും കാണാനോ ഇടപെടാനോ സാധ്യതയില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ കയ്യിലാണ്. ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ്. അവരെടുക്കാൻ പോകുന്ന തീരുമാനങ്ങളാണ് ഈ ലോകത്തിന്റെ തന്നെ ഗതി നിർണ്ണയിക്കാൻ പോകുന്നത്. എനിക്ക് അവെഞ്ചേഴ്സ് പോലെ തോന്നുന്നു. പക്ഷേ രാജിപ്പാപ്പൻ അങ്ങനെ പറയരുതായിരുന്നു, എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷേ ഇഡിയറ്റ്സ് എന്ന് വിളിക്കരുതായിരുന്നു. പതിവ് പോലെ ഞാൻ തന്നെ തുടങ്ങാം. പതിപോലെ തന്നെ പാപ്പനെ വീട്ടിൽ കയറ്റുന്നില്ല. ചില കാര്യങ്ങൾ മാറില്ല. ഞങ്ങള് പുതിയ ക്ലബിലാണ്. ഇവിടെയും വാടക പഴയ പോലെ തന്നെ. ക്ലീറ്റസും പതിവ് പോലെ തന്നെ. പൈസ പവർ വരട്ടെ, ഒരു കെട്ട് നോട്ട് കൂടെ എടുത്തേ. എന്റെ ആദ്യത്തെ സിനിമയാണ്. താടിയും വീശം വെച്ചാ കുറ്റം, ഞാൻ ക്ലീൻ ഷേവ് ചെയ്താ കുറ്റം. എന്നാ പിന്നെ ഞാൻ എന്റെ തലയോട്ട് കളയണം. പോയി ഇന്ത്യൻ രൂപയാക്കി മാറ്റി. ജീവിതത്തിൽ അവസാനം രക്ഷപ്പെടാനുള്ള ഒടുക്കത്തെ ശ്രമത്തിലാണ് പാപ്പൻ. ഞങ്ങളും ഇത്തിരി പതുക്കെയാണെങ്കിലും എല്ലാവർക്കും പോകാനുള്ള കടലാസ്. ജീവിതത്തിൽ വിന്നേഴ്സ് ആവാനുള്ള അവസാന പ്രതീക്ഷയാണ് ആ ഡോളർ. ഡോളറുമായിട്ട് ട്രംപിനെ പോയി കാണുന്നു. ട്രംപിനോട് പറയുന്നു, ദിസ് ഈസ് യുവർ ഡോളർ, ഗിവ് മീ ഇന്ത്യൻ മണി. അപ്പൊ തന്നെ ട്രംപ് നല്ല പെട കിടക്കണം ഗാന്ധി നോട്ട് എടുത്ത് തരും. സിമ്പിൾ. തോന്നാണെങ്കിൽ ഐ എം എ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അവളെന്തോ യൂത്ത് ക്ലബിന്റെ പരിപാടിക്ക് ട്രംപാ കൊള്ളാല്ല. അയ്യോ, ഇതെന്നെ കുങ്ങിണിയോ? പ്രായമുള്ള പേപ്പന് ഞാൻ ഡോറുമായി പോകുന്നു, പണിക്കാരനായിട്ട് വരാം. ഡോറുമായിട്ട് അങ്ങോട്ട് പോണേ, പണിക്കാരൻ ഇങ്ങോട്ട് വിളിച്ചാ പോയി. ഡോർ കൊടുത്തിട്ടുണ്ടല്ലോ, അത് തരാനുള്ളൂ, ബാക്കി വെച്ചു. ഡ്രമ്മ് പോയ ബാത്റൂമിൽ വാരും എന്ന് പറഞ്ഞാൽ വരും. മാതാവാണ് സത്യം. എന്റെ സ്വന്തം ക്ലീറ്റസ് ഒപ്പർ. നിനക്ക് വായിക്കാൻ പറ്റി? നീ ഇതെങ്ങനെ വായിച്ചു? ഇത് ക്യാപ്റ്റൻ പറഞ്ഞപ്പോ ഞാൻ എഴുതി കൊടുത്തു. ട്രംപ് ആക്ച്വലി വരുന്നുണ്ടോ? ഇന്ത്യൻ പണി. ഇയാളിപ്പോ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണത്? ഡോളർസ്. ये तो नकली है, नकली। It's fake, man. Yeah, yeah. Are you crazy? റേച്ചലോ ചെന്താന്ന് പറഞ്ഞിട്ടുണ്ടായല്ല.
ഫേക്ക് പണിയായിരുന്നു ലാസറും പൊട്ടിച്ചിരിച്ചു കൂടെ ഞങ്ങളും ഇരിക്കുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഈ ആള് ലൈഫിൽ കണ്ണട വെച്ചിട്ടില്ല. നീ കൊണ്ടുവന്ന ഈ ഡോളറിൽ ഫ്രാങ്ക്ലിൻ കണ്ണട വെച്ചിട്ടുണ്ട്. എന്താ കാര്യം? എവിടെ നോക്കട്ടെ. എടാ കള്ളാ. എല്ലാ വകുപ്പിനെയും കേസെടുക്കണം. പൊട്ടിച്ചാൽ അപ്പ ബ്ലാസ്റ്റ്. കോപ്പി ദാറ്റ്. Oh my god, okay. ஐயோ காது வலிக்குதியா? பக்கத்துல போய் கேளியா? சரிங்க சார் கேளு. Papan? Hey, Abu. Oh. ഇപ്പോൾ അബുവിന് എൻട്രൻസ് ആണ് ആദ്യം. കോപ്പറ മ്യൂസിക് കേൾപ്പിക്കാനൊരു നിർവാഹം എനിക്കില്ല, സോറി. മൈനസ് കലിപ്പ് ലെഗ് റെസ്റ്റ്. സൂപ്പർ മെക്കാനിക്കാ. വണ്ടി ഒന്ന് ഓടിച്ച് തെക്കരുത്. മെക്കാനിക്കോ? അയ്യോ. சாம்பார் சார் சைக்கிள் பம்ப் சார் வேன் டயருக்கு எப்படி சார் அடிக்க முடியும்? நான் அடிச்சுக்கிட்டு இருக்கேன். இல்ல சார். யோ முட்டாள் அங்க போய் கேளியா? ഡോറോയോ? പിന്നെ പാപ്പന്റെ വരവാ. ഷടാ ലുക്ക് ഡ്രിഫ്റ്റ്. കഴിഞ്ഞ തവണ ഇങ്ങനെ പണി കിട്ടിയിട്ടല്ലേ പാപ്പനെ പിടിച്ച് ജയിലിൽ ഇട്ടില്ല, മറ്റേ റൂളൊക്കെ വെച്ച്. ஏய் யாரா நீ? സെക്കൻഡിൽ അതേപോലെ തന്നെയാണല്ലോ. പാപ്പൻ கடைசியா வான் பண்றேன். வண்டி எல்லாம் எடுத்துட்டு ஓடிடு, இல்லன்னா உன்னை இங்கே புதைச்சிருவேன். போயிட. പോലീസാണ് പാപ്പ, ബി കെയർഫുൾ. നടുവേനൊക്കെ മാറിയോ? ஏய் பயமுறா, என்னையா இன்னும் அவன்கிட்ட பேசிக்கிட்டு இருக்க? சுரியாவன ചൂടാ. ഓ ഡാം. എന്തേത്? വന്ന് വണ്ടി കയറാം. കൊള്ളാല്ല. ഞാൻ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്ത? നന്ദി വേണം, നന്ദി. അത് ശരിയാ, ഇത് പറഞ്ഞ കാര്യ. ഡോളറായിട്ട് അവിടെ പോയിരുന്നെങ്കിൽ പണിയാണ്. പാപ്പനെന്ത് പറ്റി? ടൈം ട്രാവൽ. എന്തൊക്കെ സംഭവിക്കുന്നേ? ഇത് സ്റ്റോറി ലൈനാ ഇത്? അതൊക്കെ പഴിയടാ. കണ്ണിലൊന്നും പടം നാളത്തെ പത്രത്തിൽ വരില്ല, പക്ഷെ എന്റെയും പാപ്പന്റെയും പടം നാളെ പത്രത്തിൽ വരും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിന്റെ ബുദ്ധി എനിക്കിതെങ്ങനെ സാധിക്കുന്നത്? இந்த சார்ஜ் ஷீட் பிரகாரம் அந்த அமெரிக்கன் கள்ள நோட்டை அச்சடிச்சு அத டொனால்ட் ட்ரம்ப் கோயம்புத்தூருக்கு வரும்போது அந்த கள்ள நோட்டை அவர்கிட்ட எக்ஸ்சேஞ்ச் பண்றதுக்கு முயற்சி பண்ணிருக்கான் இந்த கிளீட்டஸ். அது குற்றவாளி, அப்படிதானே? எஸ் யுவர் ஆனர். இவங்களுக்காக வாதாட இங்க யாரும் இல்லையா? ഞങ്ങൾക്കോട് ഞാൻ വാദിക്കും യുവർ. വാദം നടക്കട്ടെ. நானே அது ஐயா, நம்ம இன்டெலிஜென்ஸ் டீம் அவங்க ஊருக்கு போய் எல்லாரையும் விசாரிச்சாங்க ஐயா. அவங்களே பைத்தியக்காரனுங்க, அவங்கள அரெஸ்ட் பண்ண போறீங்களா, பெரிய പൈത്യങ്ങളാണ് நம்ம ആളുകൾ. ശരി, പോലീസ് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? പാടനെ കൊടുത്തൂടെ? കഴിഞ്ഞാണ് போலீஸ் வாங்க. காரியத்துக்கு இவனுக்கு தான் நஷ்டேடா ஏதாவது கொடுக்கணும், புரியுதா? കോമ്പൻസേഷൻ. அதெல்லாம் ஒண்ணு இல்ல. ഷാജി പാപ്പൻ, உங்களுக்கு தமிழ் தெரியுமா? എനിക്ക് പറയാൻ അറിയാലെങ്കിലും കേട്ടാ മനസ്സിലാകുകയല്ല. நான் க்ளோஸ் பண்றேன். இது எல்லாத்துக்கும் உங்களால ஏற்பட்ட நஷ்டத்தினால 4 லட்சம் ரூபாய் நஷ்டஈடா கொடுக்கணும்னு இந்த கோர்ட்டோட தீர்மானம். നല്ല തീരുമാനം. ഒരു 10-500 രൂപ ഞാനും കൊടുത്തേ. ஆளுங்க இந்த உலகத்துல இல்ல, எந்த உலகத்திலயும் எந்த டைம்லயும் இருந்திருக்க மாட்டானுங்கயா. അതൊക്കെ ജഡ്ജിയന്മാർ ചുമ്മാ തോന്നുക. ഞങ്ങളൊക്കെ വലിയ കിലാടികള് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നിട്ടുണ്ടാവൂന്നേ. സത്യം പോയേച്ചും വരാം. ഇതാണ് നമ്മുടെ ആർട്ടിഫാക്ട്. ഈ ലൊക്കേഷൻ കിട്ടിയ ഉടനെ നമ്മുടെ 100ഓളം ആളുകളെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് മൂവിയുടെ റിപ്പീറ്റഡാണല്ലോ എല്ലാ ആൾക്കാരുടെ എൻട്രി. പക്ഷേ രസമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കംപ്ലൈന്റ് പറയില്ല. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഫൈനലി
So pleased to meet you, Mr. Ghost. Mr. Ghost. What's your real name, man? Shit. Dude, Satan is my favorite, man. Sorry, Shaji Papan, but Satan is. Dude, ഇതൊക്കെയാണ് എൻട്രി. ഇതൊക്കെ എപ്പോ? എന്റെ ഹൈ റേഞ്ചിൽ കയറി വന്ന് എന്റെ മുഖത്ത് നോക്കി ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പൊറുക്കില്ല. Dude, did you just kill 2 people? ആദ്യമായിട്ട് എന്റെ സാത്താ സാറിനെ കാണുന്നത്. സാത്താൻ വേറെ റേഞ്ച് ആണല്ലോ. സാറിനെ കാണുന്നത് പിന്നെ പലവട്ടം ഇവന്റെ കഴിഞ്ഞാണ് ഒറ്റ കൊടുക്കാൻ നോക്കിയേ. അയ്യോ പാവം, എനിക്കിങ്ങനെ സാധനം കാണാൻ പറ്റൂല. He has to come back. മൈക്കിൾ സാറ് മൈക്കിളോ? സാറിന്റെ കസിൻ. ഓ അതാണ്. നീ ഇതൊന്ന് നോക്ക്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് മാൻ. എനിക്കറിയാം നീ ഡൗൺ ആണെന്നുള്ളത്. ദിസ് മൈറ്റ് ബി ഡ്യൂഡിന് പുനർജന്മം കിട്ടിയതുപോലെ സാത്താന് പുനർജന്മം കിട്ടാൻ ഇത് മതിയായിരിക്കും. ഒരു മാറ്റമില്ലതെ. ഇല്ല കസിൻ സാറ്, ഒരു 5-6 മാസമായിട്ട് ഈ കരിമ്പടം പോച്ച് ഒരേ ഇരിപ്പ. He need money, man. നല്ല കമ്പർഷനാണ്. ഞാൻ വേണമെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വരാം. സൈക്കോളജി കംപ്ലീറ്റ് ആയില്ല, പക്ഷെ ഞാൻ ചെയ്തോണ്ടിരിക്കുക. Oh, that's it. Satan is back. ഈ സിനിമയ്ക്ക് 1 ബഡ്ജറ്റ് ആയിരുന്നിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെ ഡിഫറെന്റ് സെറ്റിങ്സ് ആണ് അവർ ചെയ്തെടുത്തത്. അത് ഇത്ര ചെറിയ എമൗണ്ട് ഓഫ് ടൈമില്. ആലോചിക്കായിരുന്നു ഈ പാലം പണി വേഗത്തിൽ പൂർത്തിയാക്കാൻ കുറച്ച് ജോലിക്കാരെ കൂടി ഇറക്കിയാലോ. നോബിയുടെ മീശ. ഉള്ള ജോലിക്കാർക്ക് കൂലി കൊടുക്കാൻ പൈസ ഇല്ലാതിരിക്കുമ്പോൾ കൂടുതൽ ജോലിക്കാരെ ഇറക്കാം. നിനക്കൊരു കാര്യം അറിയാം? ഇല്ല. ഞാൻ പണ്ടില്ല പഠിക്കുമ്പോൾ മഹാജ്ഞാനിയായ വിക്ടറച്ചൻ ഒരു കാര്യം പറയില്ല. നിന്റെ മോന്ത കാണുമ്പോ ഞാനത് ഓർക്കാറുണ്ട് കുഞ്ഞു. ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ ഏമാൻ ഒരുപാട് ഉയരങ്ങൾ പറക്കുമ്പോ ഏമാന്റെ ഇടവും വലവുമായി എല്ലാ കാലത്തും തമ്പുരാൻ സഹായിച്ച് ഞങ്ങൾ കൂടെ തന്നെ. പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനായി ജില്ലാ മജിസ്ട്രേറ്റ് കോട്ടൂർ സാഹിബ് ആഗതനാകുന്നേ. ചവിട്ടി അറിയാൻ വേണ്ടി സേവ് ചെയ്തോ? അപ്പുറത്തൊരു പൊട്ടൻ. അയ്യോ സാർ, നാട്ടുമരുന്നാണ്. ഗുഡ് ഫോർ ഓൾ സ്പ്രെയിൻസ്. സാറ് വീണത് എന്റെ കുഴപ്പം കൊണ്ടാണ്. ഈ മരുന്നടിക്കാനുള്ള കനിവ് കാണിക്കണം. പിന്നെ കൊടുത്തോ, വലിച്ചോളൂ. സാർ, പാലം പണിക്കുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാന ഗഡുവും എത്തിയിരിക്കുന്നു. പത്മനാഭന്റെ പത്മനാഭന്റെ ഫണ്ട്. കേണൽ വാൾട്ടർ ജോസഫിനെ മജിസ്ട്രേറ്റ് ആക്കിയ തീരുമാനം തെറ്റാണെന്ന് വൈസ്രോയ്ക്ക് ഒരിക്കലും തോന്നിപ്പിക്കരുത്. ഇല്ല സാർ. തലമുറകൾ ഓർത്തു വെക്കാനുള്ള പേരാണ് മിസ്റ്റർ വാൾട്ടർ ജോസഫിന്റേത്. ഇല്ല സാർ. അല്ല സാർ, ലോകം അവസാനിക്കുന്നവരെ ഓർത്തിരിക്കും. അനേവരും കാര്യസ്ഥൻ നാരായണ നായർ അങ്ങാടിയിൽ കപ്പം പിരിക്കുന്നത് ഊർജിതമാക്കിയിട്ടുണ്ട്. പഴശ്ശിരാജ് ഉറുമിയും കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ സെറ്റിങ് കണ്ടിട്ടില്ല മലയാള സിനിമയില്. കുഴിന്ന് കയറി വരാൻ താനാരോടെ കുഴിയാലേ. ഫലിതം നികുതി തരാത്തതിന് മറ്റാരെയും പഴിചാരണ്ട നായരെ. ഞങ്ങൾ ആരും ഇനി അങ്ങോട്ട് കപ്പം തരുന്നില്ല എന്നാണ് എന്റെ തീരുമാനം. ഈ വലിയ കേളുവിന്റെ പറഞ്ഞു കൊടുക്ക് കേളുവൂപ്പരെ. അഹമ്മദിയും രാജനന്ദയും ഒരുമിച്ച് എവിടെ എന്റെ ഉടവാൾ? ഓ ഡാം. സംഭാവന ചെയ്താലോ? തിരിച്ചടിക്ക്. Come on. ഉറുമിയങ്ക കുലപതി നാട്ടരജ ശ്രീ പത്മനാഭൻ തമ്പുരാൻ എഴുന്നള്ളുന്നേ. നാരായണ പത്നിയുമായിട്ട് പകിട കളിക്കണ നേരാണെന്ന് അറിയില്ലേ? തിരുവിള്ളപ്പാട് പകിട കളിക്കുന്ന നേരം. നമ്മുടെ കച്ചവടക്കാര് ഇത്തവണ ഖജനാവിലേക്ക് അങ്ങ് കൽപ്പിച്ച് നികുതി തരില്ലെന്നാ പറയണത്. കുറയ്ക്കേ ആട്ടെ, എത്രയാ കുറയ്ക്കണ്ടേ? മുഴുവനും കുറയ്ക്കണം. മുഴുവനും കുറയ്ക്കണം.
സാമൂതിരി തൃശൂർ രാജാവും പോലെ വലിയ വലിയ രാജാക്കന്മാർക്ക് കപ്പം കൊടുത്തു മുടിഞ്ഞ് ഓല കെട്ടിയ ഈ കൊട്ടാരത്തിൽ ദരിദ്രവാസിയായി കഴിയുന്ന അവിടത്തെ പ്രജകളെ ജീവിക്കാൻ ഞങ്ങൾക്ക് നാണക്കേടുണ്ടോ എന്ന് ചോദിച്ചിട്ട് രാജൻ നമ്മുടെ അടിയാന്മാർ നമ്മളെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്നോ? രാജാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ധിക്കാരികളുടെ തല കൊയ്യുന്നത് ഈ പത്മനാഭ മഹാരാജാവിന് എന്നും ഒരു ലഹരിയാണ്. Oh no. എന്നെ കൊണ്ട് കൂടുന്നതല്ല, മഹാവൈദ്യൻ ഇവളെ വിളിച്ചു വരുത്തുന്നതാണ് ഉചിതം. എന്റെ കാറ്റ് പോണേ. നിഷാദം സാരഥി കൊരം വന്നു. നീങ്ങിന്നങ്ങോട്ട് പറഞ്ഞോളൂ. നീങ്ങാറായോ? ഇല്ല, കോര തിരുനടവ് പോയി തന്നെയാണ് പറഞ്ഞോളൂ. ഓ, അങ്ങനെ കൂടി മിണ്ടിയും പറഞ്ഞു വഴി തെറ്റാതെ തിരിച്ചു വരാല്ലോ. അതൊന്നും വേണ്ട, അതെ. ഞങ്ങൾ ഒറ്റയ്ക്ക് പോയാ മതി. അയ്യോ ഡാം, ഇതല്ലേ ഫസ്റ്റ് ഷോടാ. ഇക്കാര്യം ഞാൻ മറന്നിരിക്കായിരുന്നു. കള്ളൻ പാവം എന്നിട്ട് ഇങ്ങനെ ഇരിക്കണുണ്ടും പടനായകൻ കുറുപ്പ് ഇറങ്ങിയേ പറ്റൂ. കുറുപ്പിറങ്ങിയാൽ അങ്ങാടിയിലെ വ്യാപാരികളുടെ രക്തം കണ്ട അടങ്ങും. അത് വേണോ രാജൻ? വേണം വേണം വേണം, അത് വേണം. അമ്മാടൻ കണ്ടപ്പന്റെ തലയുമായി കോമക്കുറുപ്പ് എത്രയും പറയൂ. കവർച്ചക്കാരൻ മാടൻ കണ്ടപ്പൻ നമ്മുടെ ഗ്രാമത്തിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ചാരന്മാർ അറിയിച്ചിട്ടുണ്ട്. ആരും ഭയപ്പെടേണ്ടതില്ല. നാം അവരെ തുണ്ടം തുണ്ടമാക്കും. ഇന്നത്തെ അസ്തമനം കണ്ടപ്പന്റെ കൂടെ ജീവിതത്തിൽ അസ്തമനമായിരിക്കും. ഇനി അങ്ങനെ അല്ലാതെ വന്നാൽ ഞാൻ വണങ്ങുന്ന കളരി ദൈവങ്ങളാണ് സത്യം. എന്റെ ഇടവും വലവും നിൽക്കുന്ന അനുചരന്മാര് രണ്ടും നിങ്ങളുടെ ഈ പരദേവതയുടെ ബലിക്കല്ലിൽ സ്വയം തലതല്ലി മരിക്കുന്നതാണ്. നോക്കുന്നു കണ്ടപ്പ ആരാ പടത്തലവൻ? ഇത് കാലകെ പടയോ? സുൽത്താന്റെ സൈന്യം. കുറുപ്പേ, എന്താണ് നമ്മുടെ അടുത്ത നീക്കം? രാജ്യം അറിയണ്ടേ? പിന്നെ അറിയണ വ്യാളി ഇതിന്റെ പാട്ടൊക്കെ ഡാം. വിപ്ലവം, പാസ്റ്റിലും വിപ്ലവം, ഫ്യൂച്ചറിലും വിപ്ലവം. മടി കാണിക്കുന്നത് എന്താ? അതുപോലെ ആശാൻ ഒളിയിൽ പോയെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ ആശാൻ എങ്ങനെയാണ് എടോ, സർക്കാരിന്റെ കയ്യിൽ നിന്ന് ക്ഷേമ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളൊക്കെ മുറതെറ്റാതെ വാങ്ങി തിന്നിട്ട് നാണമില്ലാതെ മാറ്റിക്കുത്തി. അതാണ് സംഭവിച്ചത്. അല്ലാതെ ഭയവുമല്ല പരാജയവും. അവസാനത്തെ ചോദ്യം ചോദിച്ച ആ ചൊറിയനെ ഒരു എക്സ്ക്ലൂസീവ് അഭിമുഖം എന്ന് പറഞ്ഞ് രാത്രി ആ ഡാമിന്റെ പരിസരത്ത് കൊണ്ടുപോകും. അത് ചെമ്പടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് കുറെ കാലം അവന് ഇഷ്ടമുള്ളത് എവിടെ പൊട്ടി വീണത്. മനുഷ്യനെ പേടിപ്പിക്കാൻ തന്നവരാണോ? സേവിയർ, സാത്താൻ സേവിയർ നാട്ടുകാർ ഗുണത്തിന്റെ സാമ്പിൾ. വൈരമാണ് ആശാനെ, വൈരം. ഒരു വൈരക്കല്ലുകൊണ്ട് എന്നെ സ്വാധീനിക്കാമെന്നാണോ തന്റെ വിചാരം? പോലുള്ള കല്ലുകൾ ഇനിയും ഞാൻ തരും. അതെല്ലാം വിറ്റ് ആശാൻ നടത്തുന്ന വികസനങ്ങൾ കൊണ്ട് നമ്മുടെ ഹൈ റേഞ്ച് മറ്റൊരു ബൊളീവിയായി മാറും. എനിക്ക് ചിരിച്ചിരിച്ചടക്കണ ശ്വാസം കിട്ടുന്നില്ല. അതെ സാർ. അർബൻ ഷമീറിന് ഇൻട്രൊഡക്ഷൻ കിട്ടിയില്ലല്ലോ നമുക്ക് പാസ്റ്റില്. ഓ, ആരെങ്കിലും പോയി ആളൊന്നും മാറിപ്പോയില്ലല്ലോ. ഡാം,
രാജേഷ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. മലരും നെയ്ത്തേങ്ങയും കർത്താവ് മലയ്ക്ക് പോവാണോ? ഉണ്ടകൾ പലതും പല സൈസാണല്ലോ കാണുന്നവരെ. വയസ്സാം കാലത്ത് വരാനാണ് സാർ. ഈ കാണുന്നത് ഊർജതന്ത്രം, ആ കാണുന്നത് രസതന്ത്രം, മുകളിൽ കാണുന്നതാണ് സാറേ നയതന്ത്രം. എല്ലാം കുതന്ത്രങ്ങളാണ്. അവന്മാര് ചിരിച്ചില്ല. സാറ് തമാശ പറയുമ്പോ നിനക്കൊക്കെ ചിരിച്ചൂടാ. Oh, damn. സാറേ അവന്മാര് മുങ്ങി സാർ. സാറ് പറഞ്ഞോണ്ട് ഞാൻ പോലീസ് ലോക്കറിൽ വെച്ചിട്ടാ പോയത്. ഇല്ലെങ്കിൽ ഞാൻ അവന്മാരെ ജനലിൽ കൂടെ തന്നോട് തോക്കെടുക്കണമെന്ന് ഷമീർ വെടിയിച്ചാണ്. തന്റെ അവിടെ നാട്ടറിയാണോന്ന് വെച്ചിട്ടാ. എനിക്ക് സസ്പെൻഷൻ ഓർഡർ തരാൻ നേരിട്ട് വരാ. ഒരിക്കലും സമീറേ, ഷമീർ സാറ് തിരക്കിലാണോ? ഞാൻ ഇന്നലെ കളഞ്ഞു ഒരു സാധനം തപ്പുവേ. താൻ വാ തുറന്നാൽ എന്റെ മനസ്സ് മാറും. അതുകൊണ്ട് വാ തുറക്കണ്ട, ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി. ഷമീറേ, എനിക്ക് തന്നെ കൊണ്ടൊരാവശ്യമുണ്ട്. നടത്തിയിരിക്കുന്നു. ഈ അടിമ നടത്തിയിരിക്കും ആശാ. ഇല്ലെങ്കിൽ നിന്റെ തൊപ്പിയും തലയും വീണ്ടും എന്റെ മേശപ്പുറത്ത് പേപ്പർ വെയിറ്റ് ആവും. സംസാരിക്കാൻ വന്നതല്ല, ഈ കൊച്ചിന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാ. പറയടി. അമ്മച്ചി വീട്ടിൽ കയറ്റാത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരാത്തല്ല കേട്ടോ. നിങ്ങളെല്ലാം അറിയാലോ പാപ്പ. കഴിഞ്ഞ മാസം ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന കല്യാണാലോചന അപ്പനതങ്ങ് ഉറപ്പിക്കാൻ പോവാ. ഇതുവരെ പാപ്പൻ എന്നോടൊരു ഉറപ്പും. അപ്പൊ ശരി പാപ്പ, എവിടെയെങ്കിലും വെച്ച് കാണാം. You're missing out, Stella. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ വേട്ടാവളിയന്മാരടുത്ത് എന്തിനാ മക്കളെ നിൽക്കുന്നത്? അമ്മച്ചേ എന്നതാ? ഒന്ന് കല്യാണമൊക്കെ ആയതല്ലയോ? നടന്നു. ഞാൻ അമ്മച്ചിയോട് വിവരത്തിലെ അത് തരാനൊന്നുമില്ല. പോക്കറ്റാ കാര്യം ഓർത്തല്ല, അത് മതി. ക്യൂട്ടമ്മേ മോനും. അതെ, ഉണ്ണീശോയും മാധവനെയും പോലെ. ഇത് എന്തേലും കണ്ടോളാ. അയ്യോ, മാല ഊരിയെടുത്ത്. അമ്മച്ചി പോട്ടെ. നമ്മുടെ പുതിയ ക്ലബിന്റെ വാടക കുടിശ്ശിയായിരുന്നല്ലേ പറഞ്ഞത്? എപ്പോഴേ അത് കണ്ടോ? അതെങ്ങനെ അതിലുണ്ട് കണ്ടോ? മനസ്സിലായ? ഷാജി ഒന്നിങ്ങോട്ട് വന്നേടാ. ഓഹോ, പെട്ട് എന്താ എന്റെ മാലയിടടാ. ഏത് മാല? മാമന്റെ മാലയല്ല, എന്റെ മാല വരാനാ. അമ്മച്ചി കോഴിമുട്ട. എന്നതാ? അല്ല, അമ്മച്ചി പെട്ടെന്ന് പണയല്ലോ ഓർത്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കായിരുന്നു. അപ്പൊ ക്ലബിന്റെ വാടക കുടിശ്ശിക അത് പിന്നെയും കുടിശ്ശിയായി. ഏത് ആ ദുർമന്ത്രവാദി ചുടലരാമനോ? അയാളെ മഹാമാന്ത്രിയാണ് അയാള്. അതെ, മാറിക്കേ. ദുർമന്ത്രവാദി മതി. അതാവുമ്പോ പാപ്പനെ പിടിച്ചു കിട്ടിയിട്ട് തലയിൽ റാണി അടിച്ച് തരാവുന്ന പ്രശ്നമുള്ളൂ. വിഷയമുണ്ടെന്ന് ആശാൻ പറയുന്നു, നമ്മളത് പൊളിക്കുന്നു. ആ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ജാമത്തിൽ ഇറങ്ങിയ കോക്കാച്ചി കരിയുമല്ലേ? ആ പേപ്പർ എന്റെ പൊന്നു പാപ്പ, ഞാൻ പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്? ചുമ്മാരോട് വന്നു. ഒരു തെറ്റൂല. കുഞ്ഞിക്ക് പറ. വണ്ടിയാ ഉദ്ദേശിച്ചത്. മമ്മൂക്ക വില പറഞ്ഞിട്ട് ഞങ്ങൾ ഈ വണ്ടി കൊടുത്തിട്ടില്ല. പിന്നെയാണ് വണ്ടിയുടെ കാര്യമേ ഒന്ന് ആലോചിച്ച് പറഞ്ഞാ മതി. അതും പറഞ്ഞ കാശാരാണ് താൻ എങ്ങോട്ട് പോണു? ഞങ്ങളെങ്ങോട്ട് വന്നാ? നിന്റെ അപ്പം പോലും ചോദിക്കോളൂ. ഞങ്ങളെങ്ങോട്ട് വന്നു? അപ്പം നീ ഞരമ്പലോട് ഓടുമ്പോ വരമ്പലോട് ഓടിയവനല്ല. നിനക്ക് ഞാനാരാന്നറിയോ? ഇല്ല. കിട്ടാ ഒരു 8,500 തരാണ്ട്. ആ പൈസ എന്നിട്ട് പോയാ ഇതാ പേര് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പനോട് പറയാം കേട്ടാ. ഒരു വർഷത്തെ കാശ് ആറ് കൊടുക്കും. പാപ്പന്റെ ഈ നർമ്മമാണ് നമുക്ക് മറുപടി പ്രസംഗത്തിൽ വേണ്ടത്. പ്രസംഗം എന്റെ പാപ്പ ഈ വരുന്ന 17-ാം തീയതി ഗ്രാമപഞ്ചായത്ത് നിർബന്ധമായും വരണം, ആദരവ് ഏറ്റുവാങ്ങണം. വരില്ലേ? പൈസ വല്ലതും തടയോ? അതിലും വലുതല്ലേ പാപ്പ തരാൻ പോണത്? ഡയമണ്ട് ആയിരിക്കും. നിനക്ക് ഞാൻ തരികയില്ല. കഴിഞ്ഞ തവണ നമ്മൾ സമൂഹ വിവാഹം നടത്തിയപ്പോ ഞങ്ങൾ പൊന്നാടിയല്ലോ പാപ്പനെ കൊടുത്തു. പിന്നെ പാപ്പ ഈ പരിപാടിയിലേക്കുള്ള സംഭാവനയായിട്ട് ഒരു 500 രൂപ ഞാൻ എഴുതിയിട്ടുണ്ട്. ആശയ്ക്കാൻ പിന്നെ മേടിച്ചോളാം. എടാ, പൊന്നാടയുടെ 50 രൂപ ഇങ്ങനെ കയ്യിൽ നിന്ന് കാശെടുത്ത് മേടിക്കണം. നാറിയണം. ഇന്നാ ജോത്സൻ രാമപണിക്കനെ കാണാൻ പോകേണ്ട ദിവസം.
മന്ത്രവാദി എങ്കിൽ മന്ത്രവാദി. ഇനി നമ്മുടെ സമയം ശരിക്കും മോശമാണോ? ഇതിനേക്കാൾ ഇഞ്ചിയ സമയം ഇനി വരാനിരിക്കുന്നുള്ളൂ. നല്ല വിശപ്പ്. ചുട്ട കോഴി പറപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ കോഴി പറന്നു പോകാതിരിക്കാനിരിക്കും കെട്ടിട്ടേക്കുന്നില്ലയോ? അങ്ങനെയൊക്കെ ഉണ്ട്. പണിക്കരെ, സങ്കടങ്ങളുള്ള ആള് മുന്നോട്ട് വരിക. കുറച്ച് വഴി തന്നെ. കൂട്ടത്തിൽ കാരണവര് മുന്നോട്ട് വന്നിരിക്കൂ. പങ്കപ്പാടിന്റെ പാരമ്യത്തിലാണെങ്കിലും ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ലല്ലേ? അന്ധവിശ്വാസം ഞങ്ങളുടെ പഴയ നിയമത്തില്. സോറി. എന്നിട്ട് നഗ്നപാതൻ caught me off guard, man. അതുകൊണ്ട് എല്ലാ ഭാഷയുടെ അത് ഗ്രീക്കാ. ഇതെങ്ങനെ മനസ്സിലാക്കാനാ? Oh my god. Dude, skibidi. ശ്വാസം കൊണ്ട് മിക്കവാറും ചവഞ്ചിരിച്ച് ഷാജി പാപ്പാൻ എന്നാന്നേ? കുതിരമേലേറി പോരാടും. വരും, ചിലപ്പോ കഴുതപ്പുറത്തും വരും. അത്തരം ദർശനങ്ങൾ ഉണ്ടായിട്ടില്ലേ തനിക്ക്? വിഷൻ. ഓ നോ. വലിയ പോരാട്ടമാണ് വരാൻ പോകുന്നത്. അങ്ങോട്ട് പാപ്പൻ തനിച്ച് തന്നെ പൊരുതണം. ഓക്കെ. പ്രപഞ്ചമൊരുങ്ങുന്നത് അജ്ഞാതമായ ലോകങ്ങളുടെ കവാടങ്ങൾ തുറക്കാൻ പോകുന്നു. തനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകുന്നു. Okay, this guy is ഈ for real. ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ തന്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കും. വിജയം എല്ലാ ജന്മവും തനിക്ക് അനിവാര്യമാണ്. സോ എല്ലായിടത്തും ഹി ഹാസ് ടു വിൻ. നൈസ്. ഓ കിസാൻഡ്ര ഷൂസ്. പുള്ളിക്കാരുടെ ഇന്റർവ്യൂ ഞാൻ കുറച്ച് കണ്ടായിരുന്നു. എന്തായി? തിന്ന തീർന്നിട്ടില്ല. ആണോ? ഒരുപോലെ ചിന്തിക്കുന്ന മനസ്സുകള് ഗ്രേറ്റ് മൈൻഡ്സ് തിങ്ക് ലൈക്ക് യെസ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ പലായനം ചെയ്യാം. Let's flee. പലായനം ചെയ്യാനോ? എന്തൊക്കെയായി പറയണേ? No. അയാളുടെ ഫോഴ്സിന്റെ പത്തിൽ നിന്ന് നമ്മളുടെ കയ്യിലാന്നുള്ളത് പോറ്റെ. അയാളുടെ കയ്യിൽ പീരങ്കിയുണ്ട്. അതും പോറ്റെ. അതിനേക്കാൾ വലിയൊരു സാധനമുണ്ട് അയാളുടെ കയ്യിൽ. A big one. മൈസൂർ റോക്കറ്റ്സ്. അങ്ങനെ What is that? നമ്മുടെ കമ്പനിയിൽ പോലുമില്ല. ഓ നോ പൊരുത്. ഗുഡ് ലക്ക് മേറ്റ്സ്. ഗുഡ് ലക്ക്. സിനിമയുടെ ബഡ്ജറ്റാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. ബാക്കിലൊക്കെ VFX ആയിരിക്കും അറ്റ്ലീസ്റ്റ്. Dude is always with explosions. Or item number is always necessary, right? Damn. Okay. നടുവേദന ജന്മജന്മാന്തരങ്ങളോളം നിലനിൽക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Cassandra's here. Where is everyone? Azam Khan, coming. Big army. He killed all. We are escaping, madame. Are these Azam Khan boys gonna be a problem for us? യുദ്ധപദ്ധതി തെളിയുന്നുണ്ട്. So ഇവരെ ഈ പുഴയ്ക്ക് കുറുകിലൂടെ അസം ഖാൻ എതിരല്ലേ? Why is that? ഓ മേ ബി അവർ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് ഇവരുടെ കാര്യം നടത്തിയിട്ട് പോകാനായിരിക്കും. കടക്കണമെങ്കിൽ ആയിരിക്കില്ലേ? പാലം അനിവാര്യമാണ്. ഇതിലൂടെ കടന്നു വരുമ്പോ ആക്ച്വലി ഒരു നല്ല ഐഡിയ ആണ്. ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് That is actually a good strategy. Very good strategy. നേരത്ത് ആ പാലത്തിൽ കൂടി രക്ഷപ്പെടുന്നതല്ലേ എന്നെക്കാളും ബുദ്ധി. നാരായണ അസംബന്ധം പറയാതിരിക്കാ. അതല്ല തിരുമനസേ, നമ്മുടെ Not a bad പടയാളികൾ idea. ഭൂരിഭാഗം പേരും അസംഗം വരുന്നെന്ന് അറിഞ്ഞിട്ട് ഓടി ഓട്ടത്തിന് തിരികെ എത്തിയിട്ടില്ല. Yeah. അവര് നിർത്താതെ ഓടി ശരിയാണ്. വടക്കുറപ്പ് പോയിട്ടില്ല. ഘട്ടത്തിൽ നമ്മുടെ ഉള്ളം കുളിർപ്പിക്കാൻ ഏതോ കലാരൂപമായി അയ്യോ, വന്നിരിക്കുകയാണല്ലേ. അസം ഖാന്റെ ആർമി ചാരാൻ വന്നതായിരിക്കും. ഏത് നിർത്തിക്കുമാരി. ഞാൻ കുറുപ്പല്ല, അബൂസാലയാണ്. അബു. അബൂസാല. ഇത് സലാം. സലാം. ഇത് ആരായിരുന്നു? സൈഫുള്ള ഹിദായത്ത് അല്ല അന്ത്രു. ഇളയടത്ത് രാജന്റെ കുറുമാനം വന്നിരുന്നു. അവര് പലായനം തുടങ്ങി പോലും. അങ്ങനെ കുടുംബത്തെയും കൂട്ടി കാട് കയറുന്ന നല്ലത്. രാജൻ Come on, man. Papa, find a strategy. പടക്കുറപ്പം പടി ഇറങ്ങി. തനിക്കും പടി ഇറങ്ങണോ? മറ്റുള്ളവരെ പലായനം ചെയ്യണ്ട. കുറച്ചു ദിവസത്തേക്ക് മാറിയെന്നൂടെ? ആ ദുഷ്ടങ്കം മൈസൂരേക്ക് മടങ്ങിപ്പോകുമ്പോ നമുക്ക് തിരിച്ചു വരാലോ. Not a bad idea, actually. വർഷങ്ങൾക്ക് മുമ്പ് പറങ്കീകാമ ശ്രമിച്ചിട്ടും എന്റെ കാരണവന്മാർ ഈ മണ്ണ് വിട്ടു പോയിട്ടില്ല. വെറുതെ അല്ല. എന്താണ് കാരണമെന്ന്
അതിന് മാത്രം എന്ത് വിലയെടുക്കുന്ന വസ്തുക്കളാണ് നമ്മുടെ പക്കലുള്ളത്? ആണോ ആർട്ടിഫാക്ട്? ഇവിടെ തലവെട്ടി കൂടാരത്തിന്റെ പുറത്ത് കുന്തത്തിൽ കുത്തിവെക്കൂ. അയ്യോ സാധാരണ മാത്രമല്ല, അസാധാരണമായ വല്ലതുണ്ട്. പറഞ്ഞു കൊടുക്കടാ. അയ്യോ അടിതെറ്റി നിൽക്കുക. അടി നോക്കണേ അല്ലേ? എഞ്ചിനീയർ മേൽക്കുപ്പായ അല്ല അഴിച്ചു വെച്ച് രാജ്യം സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വീരന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് പറയുന്നത്. വീരമൃത്യു. പട 2 ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് കേട്ടു. നോവിയുടെ മീശ. പലായനം ചെയ്തു തുടങ്ങി. ഭീരുക്കൾ. ഇനി പാലം പണി ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്റെ ശക്തിയിൽ സംശയം ഉണ്ടോ? എനിക്കൊരു സംശയവും ഇല്ല, പക്ഷെ ഇവർക്കൊരു ഉറപ്പില്ല. മാപ്പിളെ തന്നെ ആകാശം വിട്ട് വളർത്താനായിരുന്നു രാജാവ് ആഗ്രഹിച്ചിരുന്നത്. ഇതിൽ യാത്രയില്ല. അപ്പൊ നമ്മൾ രാത്രി പോണില്ലേ? വാടാ. അവര് പാലം പൊളിക്കില്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത പണിയെല്ലാം വൃഥാവിലാവില്ലേ? അവര് പാലം പൊളിക്കില്ല. പാലം എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ? മാപ്പിള ചെന്നിട്ട് രാത്രി ആളെ കൂട്ടും. He has something in his mind. നാട്ടിക്കളഞ്ഞ് പണവും വരെ മുങ്ങിയാലോ? വേണ്ടല്ലേ? കുറുമാനം വെള്ളത്തിൽ കളഞ്ഞിട്ട് പണമായിട്ട് മുങ്ങിയാലാ. ഫ്യൂച്ചറിലുണ്ടല്ലോ അത്. ഈ സമരം നമുക്കൊരു കോടാലിയാവും. എന്ത് കോടാലി ആവാനാടോ? ഒരു കോടാലി ഇല്ല. ആകെ 3, 4, 7. CM പഴയ പാലം പൊളിച്ചാ പുതിയ പാലം പണിയാം. പുതിയ പാലം പണിയുമ്പോ അത് ഭരണപരിഷ്കാരമായി വിലയിരുത്തപ്പെടും. പിണറായി വിജയൻ വേണ്ട എന്തെങ്കിലും ഒരു പരിവർത്തനം. ഓ ഇത് വലിയ എനിക്ക് ശല്യമായിരുന്നു. വയ്യ. താൻ എന്തെങ്കിലും ചെയ്യും. അല്ലാതെ ഇതിന്റെ വലിയ വള്ളിയാണല്ലോ. കസാൻഡ്ര എവിടെ എത്തിയോ? ഫ്യൂച്ചർ തോന്നുന്നതാണോ? Michael, I will repeat myself one final time. You stole a page from an ancient book that everybody thought was a fairy tale. Where is it? Come on. Scream. Who are you people? Michael, I am associating with some very serious people. Tell me, where is it? Where is the location? അവിടെ പോണല്ലോ. Wrong answer. Okay, she's not playing around. നിയന്ത്രിത സ്ഫോടനം നടത്തി പുള്ളിയും കിട്ടിയോ? നാഗത്താൻ പാലം പൊളിക്കാനുള്ള അല്ലാതെ ശരിക്കുള്ള ന്യൂസ് ആണ്. 13 കമ്പനികളാണ്. അതിൽ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് എനിക്ക് വേണ്ട. നിങ്ങൾക്ക് തരാൻ പറ്റുകയില്ല. നമുക്ക് ആരും അറിയാതെ ഈ ട്രെൻഡ് ആ സാമാനം വിളിക്കാൻ പറ്റൂ. ട്രെൻഡ് പറ്റും. പാപ്പനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയെങ്കിൽ പറ്റും. അസോസിയേഷന്റെ കേരള പ്രൊപ്പറേറ്റർമാരായിട്ട് നിങ്ങളുടെ പേരാണല്ലോ. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നിരവധി സ്ഫോടനങ്ങൾ നടത്തിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? എന്നാലും പറയാണ്, ഈ സ്ഫോടനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. തീർച്ചയായും. സ്ഫോടനത്തിന്റെ സുരക്ഷ, അതിനുശേഷമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ, ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. മാത്രമല്ല ഈ സ്ഫോടനത്തിനിടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ നരഹത്തേക്ക് ആദ്യം ആകത്തോന്നോ നിങ്ങളായിരിക്കും. അലവലാതിനെ പോലെ ബാറ്ററി സൽമാൻ ഇത് അലവലാത് തന്നെ. പേടിക്കണ്ട, ഞാൻ അതെ കടത്തിന്റെ വക്കില്. കാണാൻ ശവപ്പെട്ടി കിടക്കുന്ന പോലെ. താങ്ക്സ്. പിന്നെ നിന്നെ ഞാനൊന്ന് കാണാതിരിക്കുവായിരുന്നു. ഇല്ലടാ പാപ്പനത് ചോദിക്കുന്നു. ഞങ്ങളത് ആഞ്ചാൻ നോക്കിയല്ല, ഒന്ന് കൊഞ്ചിക്കാൻ നോക്കിയല്ലേ. Let's play along then. എന്നെ കൊണ്ട് പങ്കെടുപ്പിക്കാൻ കൊണ്ടുവന്നോ? ഈ പരമ്പ് അങ്ങോട്ട് മാറ്റാം. Oh damn. കുന്തം പോലെ നിൽക്കാതെ പന്തം പോയി എടുക്കാം. Oh. Bro. സ്വത്തുക്കള് ഇവിടുത്തെ ഒരു നാട്ടുരാജാവിന്റെ കയ്യിലും ഇല്ല. എല്ലാവരും നമ്മുടെ ദാരിദ്ര്യാവസ്ഥ കണ്ട് ഈ അമൂല്യനിധി ഒരു കെട്ടുകഥയായിട്ട് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാനായിട്ട് വിളംബരം ചെയ്യാൻ പോയിട്ടില്ല. ഞാനിവിടെ വന്നിട്ടുള്ളതേടോ ഈ അമൂല്യനിധിക്ക് മാത്രമായിട്ടല്ല. പിന്നെ മറ്റേ ഐറ്റം ആർട്ടിഫാക്ട്. ആകാശത്തിനും അപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നാ ഇത് വന്നിട്ടുള്ളത്. ഞങ്ങളോട് കാരണവന്മാര് സ്റ്റാർഡസ്റ്റ്. ഒരു കാരണവശാലും ഇത് മറ്റൊരാളുടെ കയ്യില് എത്തിപ്പെടാൻ പാടില്ല. എനിക്കപ്പെട്ട ജീവനും നഷ്ടവും ഇത് നഷ്ടവും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം താൻ ശ്രദ്ധിച്ച് രഹസ്യമായിട്ടും കൃത്യമായിട്ടും ചെയ്യാം. അവിടെ പോയി എഴുന്നള്ളിക്കണമെന്നില്ല, ഒരിക്കലും ഇല്ല. ഇൻട്രസ്റ്റിംഗ്. പെട്ടെന്ന് സംഭവം സീരിയസ് ആയില്ല. നമ്മുടെ റീഡിങ്ങുകൾ അനുസരിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്റ്റാർഡസ്റ്റ് അനങ്ങി തുടങ്ങി.
ഇനി അങ്ങോട്ട് ഒരുപാട് ടൈം ലൈനുകളിൽ നിർണായക സംഭവങ്ങൾക്ക് തുടക്കമാകാൻ പോകുന്നു. Damn. പാലത്തിന് ബലക്ഷയം വരാതിരിക്കാൻ മന്ത്രം ജപിച്ച തകടുകൾ. കർത്താവേ കാത്തോണേ. അവസാനമായി നമ്മുടെ സർവസ്വം ഒന്ന് കണ്ടോട്ടെ. ഒന്നാം കക്ഷി പന്നിമറ്റത്തിൽ ഷാജി പാപ്പൻ, രണ്ടാം കക്ഷി സേവ്യരൻ ദാവൂദ് സീരിയസ് ആയി വരുമായിരുന്നു കുന്നിൽ സൈമൺ പാട്രിക്. എഗ്രിമെന്റിൽ ഓക്കെയാ. റേച്ചൽ വെച്ച് കൃത്യസമയത്ത് 10,000 രൂപ തന്നുകൊണ്ട് കാത്തിനകത്തുള്ള ആക്കർ കിട്ടുന്നതോടുകൂടി നമ്മളൊരു പൊളി പൊളിക്കും. അതെ, ചിക്കൻ ബിരിയാണിയുടെ അകത്ത് നിന്ന് മുട്ട കിട്ടുന്ന പോലെ. പാലം. പക്ഷെ ഈ സാധനം എടുക്കാനാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് തന്നെ, ഈ സമയത്താണല്ലേ പാലം പൊളിക്കണേ. പൊളിച്ചാൽ എടുക്കാൻ പറ്റും. ഇവൻ ഡ്യൂഡ് ഈ ടൈം ലൈൻ ഇല്ലായിരുന്നില്ലേ? കഴിഞ്ഞ ആന്റണി മരുതാത്തിന്റെ ചവിട്ടി കെട്ടി പാവൻ ഡൂടിനടു വെള്ളായി. ഡ്യൂഡ് കമാൺ, ഡ്യൂഡ് തിരിച്ചു വരും ബ്രോ. വരുമ്പോ നിങ്ങളുടെയൊക്കെ അന്ത്യം. കഴുതയുടെ പേര് ആന്റണി. ആരാണ് എന്ത് ഇവിടുത്തെ കൈ പൊക്കിയിരിക്കണ എപ്പോഴും? உங்களை அடிமையா வச்சு வேலை வாங்கத்தான் என்கிட்ட விட்டுட்டு போயிருக்கான். அந்த ஆளுக்கு உங்களால ஏற்பட்ட நஷ்டத்தை வட்டியும் முதலுமா வாங்காம விடவே மாட்டேன். இந்த கஞ்சியில கொஞ்சம் உப்பாவது போடையா, நான் எங்கவும் போக மாட்டேன். ஏய், பேசாம இருக்கிறத குடிச்சு போடுறா வெண்ண. ஐயா Dude, these guys. ഹോങ്കോങ്ങിലോ പോകാൻ പറ്റിയില്ല, അത് പോട്ടെന്ന് വെക്കാം. എനിക്ക് എന്റെ കേരളത്തിൽ ഒന്ന് കണ്ടാൽ മതി. Tools. ஹாங்காங்கலோட குரங்க ബാങ്കോക്ക്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. Yes, dude, sir. Come on, think. എനിക്കും ആഗ്രഹമില്ലഞ്ഞിട്ടല്ല പൈലേ, പക്ഷെ എന്റെ ആന്റണിനെ വിട്ടിട്ട് ആന്റണി പോകാൻ പറ്റില്ല. നിനക്കറിയോ, എനിക്ക് നാളെ ഹറമടയിലടാ പണി. നിനക്ക് ലീവാണ്. ഗുഡ് നൈറ്റ്. സാറേ, പാലം പൊളിക്കാനുള്ള ഓർഡറേ സാറെന്തെങ്കിലും ഓഫ് ആയോണ്ട് വായിച്ചില്ല. ഇപ്പൊ ഓണായ സ്ഥിതിക്ക് സാറും തുറന്ന് വായിച്ചൂടെ? അത് ഷാജി പാപ്പന് വായിച്ചില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതിയിരിക്കുന്നത്. കൊള്ളാം കൊള്ളാം, പാലം നമ്മൾ തന്നെ പൊളിക്കുന്നു. സാറേ, അത് മാത്രമല്ല, ഈ ഉടമ്പടി പ്രകാരം സേവ്യരൻ ദാവൂദ് കമ്പനി വിളിച്ചു മാറ്റുന്ന ആ തമ്പാലത്തിന്റെ ബാക്കി വരുന്ന സ്ക്രാപ്പ്, അതായത് കമ്പി, പ്രദേശത്തെ ശിഷ്ടങ്ങൾ യാതൊന്നും അവശേഷിപ്പിക്കാതെ പന്നിമറ്റത്തിൽ ഷാജി പാപ്പൻ എന്ന ഒന്നാം കക്ഷി 10,000 രൂപയ്ക്ക് ഏറ്റെടുത്തു കൊള്ളാമെന്നതിനാൽ ഉടമ്പടി ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതെന്തോന്നാണ് അവന്മാർക്ക് പിന്നീട് മനമാറ്റം ഇല്ലാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ഉദ്യോഗസ്ഥരെ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒപ്പിട്ട് കൊടുത്തത്. കൊടുക്കും. വ്ളോഗ് പാർട്ട്. ഓക്കെ നമ്മൾ കുറച്ചായും തോന്നുന്നു. നമുക്ക് പാർട്ട് 1 അവിടെ വെച്ച് അവസാനിപ്പിക്കാം. നല്ല സീൻ. അബുവിൻ്റെ എമ്പൊക്കെ. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ഈ റേറ്റിംഗ് എനിക്ക് മനസ്സിലായില്ല. 6.6 സിനിമ ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല. എന്നാൽ ഇതല്ലേ ഈ സിനിമയ്ക്ക് വരാനുള്ള റേറ്റിംഗ്. 6.7 IMDb. ഒരു സിനിമയാക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതിൽ ചില ബോക്സ് ഒന്നും ഇത് ക്ലിക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ആവറേജ് സിനിമ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ്സാണ്. ഇത് നമ്മുടെ ഷാജി പാപ്പൻ 1 പോലെയല്ലേ, ആദ്യം ഹിറ്റാവാതെ കുറേ കഴിഞ്ഞിട്ട് ഹിറ്റാവുന്ന പോലെ പിന്നെ ഹിറ്റാവും പോകുന്നൊരു പടമായിരിക്കും ഇത്. കാരണം ജോക്കൊക്കെ ചില ആൾക്കാർക്ക് ലാൻഡ് ആയിട്ടില്ലെങ്കിൽ ഓക്കെ, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ലാൻഡായി. ഞാനിവിടെ ശ്വാസം മുട്ടി കിടന്ന് ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ റിയാക്ഷനിൽ. അതുകൊണ്ട് ജോക്കൊക്കെ മിക്കവാറും എനിക്ക് ലാൻഡായി. എൻ്റർടൈനിങ് ആയിരുന്നു. പിന്നെ ലാഗാണെന്ന് ചോദിച്ചാലും എനിക്ക് വലിയ ലാഗൊന്നും തോന്നിയില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇതിലെവിടെയാണ് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ, സ്റ്റോറി എന്ന് വെച്ചാൽ ഇത് അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ആട് എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോറി ലൈനല്ല നമ്മൾ പ്രതീക്ഷിക്കണം. ഇതിന് മുന്നേ കണ്ട മൂവി എന്തായിരുന്നു സംഭവം, അധ്യായം ഒന്നും അതേപോലത്തെ സ്റ്റോറി ലൈനല്ല. കിഷ്കിൻ്റെ കാണുന്ന പോലത്തെ ഒരു സിനിമയല്ല ആട്. ആടിൻ്റെതായ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി ലൈനും കോമഡിയൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത് അതേപോലെ നല്ല രീതിയിൽ ഡെലിവർ ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫിൽ വേറെ എന്തെങ്കിലും ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി ലൈനാണ്. എന്താ പറയുക, ഒരു നീലക്കൊടുവേലിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ കമ്മട്ടം പോലെയല്ല. ഇത് കുറച്ചൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ലാർജർ സ്കെയിലിൽ ഡിഫറെൻറ്റ് ടൈം ലൈൻസിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ബഡ്ജറ്റും അതിൻ്റെ സിനിമാറ്റോഗ്രഫിയും കോമഡി എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ലാൻഡായിട്ടുണ്ട് എനിക്ക്.
എനിക്കിതിൽ ഇഷ്യൂസ് ഒന്നും അധികം തോന്നുന്നില്ല. ഇതിന് ഞാനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും വെച്ചിട്ട് ഞാൻ കൊടുക്കണില്ല. ഞാൻ സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് റേറ്റിംഗ് കൊടുക്കാം. പക്ഷേ ഇതായിരിക്കില്ല ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്, സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ആയിരിക്കും. എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് അധികം എനിക്ക് ഇതുവരെ ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ്. അയ്യോ, സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. സെക്കൻഡ് ഹാഫ് ഒന്നും കഴിയില്ല, ഇത് പാർട്ട് 1 എന്തോ അല്ലേ. ഇനി പാർട്ട് 2 വരുന്നല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് നെബുലൈസ് വല്ലതും ചെയ്യട്ടെ, ശ്വാസം മുട്ടുന്നു ചിരിച്ചിരിച്ച്. സോ ദാറ്റ് ബി ഇറ്റ് ഫോർ പാർട്ട് 1 ഓഫ് ആട് 3. We'll watch part 2 very soon. It will be dropping soon on this channel. So I'm going to wrap up part 1 of the reaction. Until I see you guys next video, good night and goodbye.